എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റിലീജിയസ് സെറ്റിൽമെൻറ്റ് ഫ്രം ഹെൻറി 8 ടു എലിസബത്ത് ഫസ്റ്റ് എന്നുള്ളതാണ്. ഹെൻറി 8 മുതൽ എലിസബത്ത് ഫസ്റ്റ് വരെ എന്ന് പറയുമ്പോൾ അതിനിടയിൽ അവർ മൊത്തം 4 പേരാണ് ശരിക്കും. ഹെൻറി 7 നിന്ന് ഹെൻറി 8 വരുന്നു. ഹെൻറി 8 ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള എഡ്വേർഡ് വരുന്നു. എഡ്വേർഡിന് ശേഷം ആര് വരും? മേരി ടുഡോർ വരുന്നു. മേരിക്ക് ശേഷമാണ് എലിസബത്ത് വരുന്നത്. അപ്പോൾ ഇവർ 4 പേരെയും ചേർത്തിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹെൻറി 8 മുതൽ ചില പ്രശ്നങ്ങൾ നടക്കുകയാണ്. പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹെൻറി 8 വൈഫാണിത്, കാതറിൻ ഓഫ് അരാഗോൺ. ഈ കാതറിനെ ഹെൻറി 8 ഡിവോഴ്സ് ചെയ്യണം. അപ്പോൾ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ വേറൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ആൻ ബൊലൈൻ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയെ ആൾക്ക് വിവാഹം കഴിക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. ആനിനെ കല്യാണം കഴിക്കണമെങ്കിൽ കാതറിനെ ഒഴിവാക്കണം. കാതറിനെ ഒഴിവാക്കണമെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്ന് ക്ലിയറൻസ് കിട്ടണം. ഇതിനു വേണ്ടി ആൾ പോപ്പുമായിട്ട് നിരന്തരം സംസാരിക്കും. പക്ഷെ പോപ്പ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമയത്താണ് പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം യൂറോപ്പിലാകെ അലയടിക്കുന്നത്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വിവാഹം എളുപ്പത്തിൽ നടക്കും എന്നുള്ളത് കൊണ്ട് ഹെൻറി 8 പതുക്കെ പ്രൊട്ടസ്റ്റൻ്റ് സഭാവിശ്വാസത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന കാത്തലിക് സഭാവിശ്വാസത്തിന് എതിരായിട്ടുള്ള വിശ്വാസം, അത്രയേ ഉള്ളൂ. എതിരായിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്. ക്ലാരിറ്റി കുറവ് മറ്റൊന്നുമല്ല, സഭ പല സമയത്തും പല രീതിയിലുള്ള തെറ്റായ പ്രവർത്തികളിലൂടെ മുന്നോട്ട് പോയിരുന്നു. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, പ്രീസ്റ്റ്സിൻ്റെ ലൈഫ് സ്റ്റൈല്, അവരുടെ ക്രിമിനൽ സിവിൽ കേസുകളിലെ നടപടികൾ, ഒരുപാട് വെൽത്ത് സമ്പാദിക്കാൻ ഒരു താല്പര്യ കൂടുതലുള്ള സഭയുടെ ആ ഒരു സ്വഭാവ രീതി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികൾ അക്കാലത്ത് സഭ നേരിട്ടിരുന്നു. അതിൽ നിന്നുള്ള കംപ്ലീറ്റ് റിലീഫ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ചെറിയ രീതിയിൽ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവന്ന വിശ്വാസമാണ് പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം. അതായത് നിലനിൽക്കുന്ന സഭയുടെ വിശ്വാസത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്ന് വെച്ച് ക്രിസ്തു ഇല്ലാതാവുന്നില്ല, ക്രിസ്തു അവിടെ തന്നെയുണ്ട്. പക്ഷേ കാത്തലിക്സിൻ്റെ രീതി ശരിയല്ല, അവരുടെ പ്രയേഴ്സ് ശരിയല്ല, ഹോളിമാസ് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ക്രിസ്ത്യൻസ്, അവരാണ് പ്രൊട്ടസ്റ്റൻസ്. പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം മാറുകയാണ്. പിന്നെ അതിൻ്റെ പേരും ചേഞ്ച് ചെയ്യും, ആംഗ്ലിക്കൻ ചർച്ച് എന്നാക്കി മാറ്റും. എന്തുകൊണ്ട് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് വിളിക്കുന്നത്? ആംഗ്ലിക്കൻ മീൻസ് ഇംഗ്ലീഷ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇംഗ്ലണ്ടിലെ ചർച്ചിനെ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയും, പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച് എന്ന് പറയും. അപ്പോൾ ഈ ഹെൻറി 8 മുതൽ അങ്ങോട്ട് പിന്നീട് ഈ ഒരു പ്രവണതയാണ് കൂടുതലായിട്ടും. പക്ഷെ ഹെൻറി 8 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എഡ്വേർഡാണ്. എഡ്വേർഡ് സ്വാഭാവികമായിട്ടും ഇവരുടെ മകനായിരിക്കും. ഹെൻറി 8 കാതറിൻ ഓഫ് അരഗോണിൻ്റെയും വൈഫായിരിക്കും, മകനായിരിക്കും. പക്ഷേ അവൻ അച്ഛൻ്റെ വിശ്വാസത്തിലൂടെ വളർന്നു വരികയും അച്ഛൻ കാണിച്ച മാതൃകയിലൂടെ പോവുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റൻ്റ് സഭാവിശ്വാസത്തെ ഇംഗ്ലണ്ടിൽ ഉടനീളം കൊണ്ടുപോകണം എന്നാഗ്രഹിച്ച ആളാണ് എഡ്വേർഡ് 6. ഇനിയാണ് ട്വിസ്റ്റ്. ഹെൻറി 8 കഴിഞ്ഞാൽ എഡ്വേർഡ് 6, എഡ്വേർഡ് 6 കഴിഞ്ഞാൽ മേരി ടുഡോർ. മേരി ടുഡോർ കാതറിൻ ഓഫ് ആരഗോണിൻ്റെയും ഹെൻറി 8 മകളാണ്.
എഡ്വേർഡ് സിക്സിൻ്റെ സഹോദരിയാണ്. പക്ഷെ കാതറിൻ്റെ മതവിശ്വാസം കാത്തലിക് ആയതുകൊണ്ട് മേരി ടുഡോർ കാത്തലിക്കായിട്ട് മാറി. കാത്തലിക്കായി മാറിയ മേരി ടുഡോർ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ടുഡോർ ഡൈനാസ്റ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ വീണ്ടും കാത്തലിസത്തിനെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സ്റ്റേറ്റ് റിലീജിയനാക്കി മാറ്റാൻ ശ്രമിച്ച ആളാണ് മേരി ടുഡോർ. കാരണം അമ്മയുടെ തായ്വഴിയിലൂടെ കാത്തലിക് സഭാവിശ്വാസിയായിട്ട് വളർന്ന കാതറിൻ എന്ത് ചെയ്തു? നാച്ചുറലി രാജ്ഞിയായപ്പോൾ ആളുടെ വിശ്വാസം ഏതോ അതിനെ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തി. പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഓൾറെഡി ഹെൻറി എയ്റ്റിൻ്റെ കാലഘട്ടത്തിലും എഡ്വേർഡ് സിക്സിൻ്റെ കാലഘട്ടത്തിലും ഒരുപാട് പാർലമെൻറ്റ് മെമ്പേഴ്സ് അവർ കൂടിച്ചേർന്ന് കുറേ ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആക്ട് ഓഫ് സുപ്രീമസി, യൂണിഫോമിറ്റി ബില്ല് എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഓരോ ബില്ല് പാസ്സാകുമ്പോഴും പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിനെയും രാജാവിൻ്റെ പ്രാധാന്യത്തെയും, അല്ലെങ്കിൽ രാജാവ് ഒരു സുപ്രീം ഹെഡായിട്ട് മാറാണ്. രാജ്യത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തിൻ്റെ സുപ്രീം ഹെഡാണ് ഓൾറെഡി, അതിൽ പിന്നെ വേറൊരു തർക്കമില്ല. അതുകൂടാതെ എന്തായിട്ട് മാറും? രാജാവ് റിലീജിയൻ്റെ സുപ്രീം ഹെഡായിട്ട് മാറാണ്. രണ്ട് രീതിയിലാണ് പ്രശ്നം. ഒരു രീതിയിൽ ഇവിടെ റിലീജിയൻ്റെ ഹെഡുമായിട്ട് മാറുന്നു, അപ്പുറത്ത് കൂടെ നോക്കിയാൽ പൊളിറ്റിക്കലി രാജ്യത്തിൻ്റെ ഹെഡുമായിട്ട് മാറുന്നു. അപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ ഒരു നിലയ്ക്കും സാധിക്കില്ല. റിലീജിയൻ്റെ ഹെഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പോപ്പിന് ചോദ്യം ചെയ്യാം. റിലീജിയനുമായിട്ട് സംബന്ധിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോപ്പിന് വേണമെങ്കിൽ ഒരു അഭിപ്രായം ചോദിക്കാം, അല്ലെങ്കിൽ ഒരു അഭിപ്രായം അങ്ങോട്ട് പറയാം. ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഇങ്ങൊരു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലേക്ക് മാറി സുപ്രീം ഹെഡായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി പോപ്പ് പറയണത് കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഇയാൾ ഇൻഡിപെൻഡൻ്റായി, കാത്തലിക് വിശ്വാസത്തിൽ നിന്ന് മാറി. അതിനു വേണ്ടിയിട്ടാണിത് പാസ്സാക്കിയത്. ഇനി ഇവിടെ റിലീജിയസ്ലി ഡിവൈഡഡ് നേഷൻ എന്നും പറയുന്നത് എലിസബത്തിൻ്റെ കാലഘട്ടത്തിലാണ്. മേരി ടുഡോർ കഴിഞ്ഞപ്പോൾ അടുത്തത് വന്നതാണ് ക്യൂൺ എലിസബത്ത് ഫസ്റ്റ്. എലിസബത്ത് ഫസ്റ്റ് വന്നപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം റിലീജിയസ്ലി ഡിവൈഡഡ് നേഷൻ എന്നുള്ളതാണ്. ഏത് വിശ്വാസമാണ് രാജ്യം സ്വീകരിച്ചിരിക്കുന്നതെന്ന് തീർത്തു പറയാൻ പറ്റാത്തൊരവസ്ഥ. കാത്തലിസം ഉണ്ട്, പ്രൊട്ടസ്റ്റാൻറ്റിസം ഉണ്ട്. പ്രൊട്ടസ്റ്റാൻറ്റിസത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീംഡ് വേർഷൻ എന്ന് വിളിക്കപ്പെടുന്ന പ്യൂരിറ്റാനിസം ഉണ്ട്. എല്ലാവരും ഉണ്ട്. കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും പ്യൂരിറ്റൻസും മൂന്ന് വിഭാഗങ്ങൾക്കും ഏകദേശം തുല്യ പ്രാധാന്യം കിട്ടുന്ന ഒരു രീതിയിലാണ് രാജ്യം നിൽക്കുന്നത്. ആർക്കാണ് കൂടുതൽ പവർ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പം എന്തുണ്ടാവും? നാച്ചുറലി ഇവർ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങും. കാത്തലിസം അവരുടെ റിച്വൽസുമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ പ്രൊട്ടസ്റ്റൻസ് അതിനെ എതിർക്കാൻ വരും. പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും ചെയ്യുന്നതിനൊക്കെ പ്യൂരിറ്റൻസ് എതിർക്കാൻ നിൽക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിട്ട് ഒരു സിവിൽ വാറിലേക്ക് വീണ്ടും രാജ്യം പോകുന്നു എന്നുള്ള ഘട്ടത്തിലാണ് എലിസബത്ത് വരുന്നത്. പക്ഷേ എലിസബത്തിൻ്റെ ഭരണ നൈപുണ്യം കൊണ്ട് പ്രിവെൻറ്റഡ് ഫാളിങ് ഇൻ ടു എ സിവിൽ വാർ, തടഞ്ഞു നിർത്താൻ പറ്റി. അങ്ങനെ ഒരു സിവിൽ വാർ ഇല്ലാതാക്കാൻ ക്യൂൺ എലിസബത്തിനെ കൊണ്ട് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ നേട്ടം. ഒരു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നറിയുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ അവിടുത്തെ രാജ്ഞിക്ക്, ഭരണാധികാരിക്ക് സാധിക്കണം. അത് ക്യൂൺ എലിസബത്തിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി അതെങ്ങനെ സാധിച്ചെടുത്തു, അതിലേക്ക് പോയ വഴികൾ എങ്ങനെയാണെന്നും അത് എങ്ങനെ അതിലേക്ക്, അപ്പോൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ഹെൻറി എയ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എഡ്വേർഡ് സിക്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ക്യൂൺ എലിസബത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ സാധ്യമായി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
religious settlements from Henry VIII to Elizabeth I. Elizabeth I was born on 1533 at a time when her father Henry VIII was taking the fateful steps which led to the breach with Rome. റോമിന് എതിരായിട്ട് അല്ലെങ്കിൽ റോമുമായിട്ട് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള ചില കരാർ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹെൻറി VIII. The 16th century Europe witnessed drastic changes in religion. The century marked the transformation of the religious and political landscape of Europe as the Protestant Reformation swept away across European continent. യൂറോപ്പിലെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ റിലീജിയസ് ആയിട്ടുള്ള സിനാരിയോകളിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടമാണ്. പ്രധാനമായിട്ടും പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന വിശ്വാസം കൂടുതലായിട്ട് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളെയും, ഇംഗ്ലണ്ടിനെ മാത്രമൊന്നുമല്ല, ഒട്ടുമിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൻ്റെ പ്രതിഫലനം ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അത്തരത്തിലൊരു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം വളർന്നു വരാനായിട്ട് ഒരു നല്ല സാഹചര്യം ഒരുങ്ങി നിൽക്കുകയാണ്. ക്യൂൻ എലിസബത്ത് ഫേസ്ഡ് റിലീജിയസ്ലി ഡിവൈഡഡ് നേഷൻ. മതപരമായി മുറിച്ച് വിഭജിച്ച് കിടക്കുന്ന ഒരു രാജ്യമാണ് ക്യൂൻ എലിസബത്തിന് കിട്ടിയത്. ബൈ ദ ടൈം ഓഫ് ഹെർ കോറോണേഷൻ the nation was divided among Catholics, Protestants and Puritans. 3 വിഭാഗങ്ങൾക്കായിട്ട് ഈ രാജ്യത്തെ അങ്ങോട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. The great challenge before her was to solve the religious crisis amicably. She was successful at governing a religiously divided nation. അപ്പോൾ ക്യൂൺ എലിസബത്തിൻ്റെ മുൻപിൽ വേറെ ഒരു മാർഗവുമില്ല. ഇതെങ്ങനെയെങ്കിലും സമാധാനപരമായി സൗഹാർദ്ദപരത്തിൽ ഇതിനൊന്ന് കൊണ്ടുപോകണ്ടേ. കാരണം മതമാണ്, മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. തൊട്ടാൽ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിക്കാനും കൈപൊള്ളാനും സാധ്യതയുള്ള മേഖലയാണ്. അത് ക്യൂൺ എലിസബത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിനൊന്ന് സോൾവ് ചെയ്ത് കൊണ്ടുപോകണം. അതിനെന്ത് മാർഗം എന്നാണ് എലിസബത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എലിസബത്ത് സക്സസ്ഫുള്ളി പ്രിവെൻറ്റഡ് ഇംഗ്ലണ്ട് ഫ്രം ഫാളിംഗ് ഇൻ ടു സിവിൽ വാർ. ആസ് ക്യൂൺ ഓഫ് ഇംഗ്ലണ്ട്, എലിസബത്ത് ബെനിഫിറ്റഡ് ഫ്രം the expanded royal supremacy over religion established by her predecessors Henry VIII and Edward VI. പക്ഷേ എലിസബത്തിനൊരു അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടി. എന്താണ് ആ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എലിസബത്തിൻ്റെ മുൻഗാമികളായിരുന്ന ഹെൻറി VIII എഡ്വേർഡ് VI ഇംഗ്ലണ്ടിൽ കുറേ നിയമനിർമ്മാണങ്ങളും കുറേ പുതിയ രീതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉണ്ടാക്കി വെച്ച പല നിയമങ്ങളും പല കാര്യങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പല പ്രവർത്തനങ്ങളും എലിസബത്തിന് ഉപകാരമായി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സുപ്രീമസി ഓവർ റിലീജിയൻ. പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അൾട്ടിമേറ്റ് ആണ്. പക്ഷെ റിലീജിയനെ സംബന്ധിച്ചിടത്തോളം മത മേലധ്യക്ഷനാണ് എന്തായിട്ട് വരിക, അൾട്ടിമേറ്റ് ആയിട്ട് വരിക. പക്ഷെ ഇവിടെ ഹെൻറി VIII എഡ്വേർഡ് VI ഒരു ഫോർമുല ഇട്ട് വെച്ചിട്ടുണ്ട്. ആക്ട് ഓഫ് സുപ്രീമസിയിലൂടെ ദ മൊണാർക്ക് വിൽ ബി ദ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് ദ നേഷൻ ആൻഡ് ഓൾസോ ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി നേഷൻ. ആധ്യാത്മികവും ഭൗതികപരവുമായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ
അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ നോക്കിയാലും ആധ്യാത്മികത മേഖലയിൽ നോക്കിയാലും ഒരേ ഒരു ഹെഡേ ഉള്ളൂ. അവിടെ പിന്നെ പോപ്പും ആർച്ച് ബിഷപ്പും അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. രാജാവ് തന്നെയെല്ലാം. ഈ ഒരു രീതി ഇവർ രണ്ടുപേരും ഇവിടെ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എലിസബത്തിന് എളുപ്പമായി. വേറെ ഒന്നും ചെയ്യണ്ട, അവർ ചെയ്ത ആ രീതി അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി. അതാണ് അഡ്വാൻറ്റേജ്. റോയൽ കൺട്രോൾ ഓവർ റിലീജിയൻ ഇൻ ഇംഗ്ലണ്ട് changed dramatically under Henry VIII. In 1533, desperate for a divorce from his Spanish wife, Catherine of Aragon, Henry VIII led England into a seemingly irrevocable break with the Catholic Church. കാത്തലിക് ചർച്ചുമായിട്ട് ഇനി ഒരു പരിപാടിയില്ല, ഉറപ്പിച്ചു. ഹെൻറി VIII തീരുമാനിച്ചു. കാരണം എന്താ? ഹെൻറി VIII ഡിവോഴ്സ് കൊടുക്കാൻ കാത്തലിക് സഭ തയ്യാറായില്ല, പോപ്പ് അനുവദിച്ചില്ല. അങ്ങനെ ഇപ്പോൾ താൻ പോയിട്ട് കാതറിനെ ഉപേക്ഷിച്ചിട്ട് ആനിനെ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഹെൻറിക്ക് അത് ഇഷ്ടമായില്ല. ഹെൻറി പറഞ്ഞു, മതി, നിങ്ങളായിട്ടുള്ള ഇടപാട് ഞാൻ നിർത്തി. രാജ്യത്തുള്ളവരോടും പറഞ്ഞു, ഇനിയോട്ട് പോപ്പൊന്നുമില്ല, ഞാൻ തന്നെ സുപ്രീം ഹെഡ്. അത് മതത്തിൻ്റെ കാര്യത്തിലായാലും രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും. അതിനാണ് ഈ ആക്ട് ഓഫ് സുപ്രീമസി ആൾ പാസ്സാക്കിയത്. റോയൽ കൺട്രോൾ ഓവർ റിലീജിയൻ വാസ് tentatively pioneered with this move, and royal control was further cemented in 1534 with the passage of Parliamentary Act of Supremacy. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡൈവോഴ്സ് വിഷയത്തിൽ തന്നെ കാത്തലിക് സഭയുമായിട്ട് ഇംഗ്ലണ്ട് അടഞ്ഞതാണ്, അല്ലെങ്കിൽ ഹെൻറി VIII അടഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുപ്രീമസി കിട്ടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് ഈ ആക്ട് ഓഫ് സുപ്രീമസി 1534 പാസ്സായതിനു ശേഷമാണ്. വിച്ച് ഗേവ് ദ മൊണാർക്ക് അബ്സല്യൂട്ട് കൺട്രോൾ. അബ്സല്യൂട്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും പരമാധികാരം, അവിടെ ആരും ചോദ്യം ചെയ്യാനില്ല. അതാണ് അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് പവർ കൺട്രോൾ ഓവർ റിലീജിയൻ വിത്തിൻ ഇംഗ്ലണ്ട് ആൻഡ് സപ്പോർട്ടഡ് ദ ബ്രേക്ക് ഫ്രം റോം. ഇംഗ്ലണ്ടിലെ മതത്തെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്കിനി രാജാവാണ്. റോമുമായിട്ട് ഒരു വിധത്തിലുള്ള ബന്ധവുമില്ല. വിത്ത് ദിസ് ആക്ട് ഹെൻറി ഗെയിൻഡ് അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. The act required that the clergy also recognize the monarch's supremacy. ചർച്ചിലുള്ള അന്തേവാസികളൊക്കെ ഉണ്ടല്ലോ, രാജാവിനെ ഇനി അൾട്ടിമേറ്റ് ആയിട്ട് കാണണം. ഏറ്റവും സുപ്രീം ആരാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആധ്യാത്മിക ആചാര്യൻ വിശുദ്ധ അല്ലെങ്കിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ അപ്പടിയ. ഞങ്ങളുടെ എല്ലാമായ ഹെൻറി VIII ആണ് ഇനി മുതൽ ഞങ്ങളുടെ ആത്മീയ ഗുരു, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തലവൻ എല്ലായിടത്തും. അതാണ് ആക്ട് ഓഫ് സുപ്രീമസി. വിത്ത് ദ പാസേജ് ഓഫ് ദിസ് ആക്ട് റോയൽ കൺട്രോൾ ഇൻ ഇംഗ്ലണ്ട് എൻറ്റേർഡ് ന്യൂ ഫേസ്. പുതിയൊരു തലത്തിലേക്ക് കടന്നു. അത് ദി എക്സ്പാൻഡഡ് റോയൽ കൺട്രോൾ ഓവർ റിലീജിയൻ കുഡ് ബി യൂസ്ഡ് ബൈ ഹെൻറീസ് സക്സസേഴ്സ്. ഹെൻറി ഇത് ചെയ്തു വെച്ചപ്പോൾ പിന്നാലെ വന്നവരൊക്കെ അതൊരു താളായിട്ട് കണ്ടു. എന്തായാലും ഹെൻറി ഇങ്ങനെ ഒരെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്, ഇനി നമ്മളായിട്ട് ഇത് മാറ്റാൻ നിൽക്കണ്ട, ആ ഫോർമുല തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എഡ്വേർഡ് സിക്സും എലിസബത്തും എത്തിച്ചേർന്നു. എക്സ്പാൻഡഡ് റോയൽ കൺട്രോൾ ഓവർ റിലീജിയൻ വാസ് solidified and extensively used by King Henry VIII's son, King Edward VI. Under Edward, the Protestant Reformation reached new heights. അച്ഛനാണ് തുടക്കമിട്ട് വെച്ചതെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം നടത്തിയതും അതിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതും മകനാണ്, എഡ്വേർഡ് VI ആണ്. എങ്ങനെയാണെന്ന് പറയാം. ഇൻ 1549 the Uniformity Bill was passed through
the parliament, mass was abolished and the book of common prayer was introduced. 1549 ആക്ട് ഓഫ് യൂണിഫോമിറ്റി ബില്ല് പാസ്സാക്കി. ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ കാത്തലിക്സിൻ്റെ തനത് പരിപാടിയായിട്ടുള്ള ഹോളി മാസ് കുർബാന വേണ്ട, പകരം ഒരു കോമൺ പ്രയർ ബുക്ക് ഇറക്കും. പ്രൊട്ടസ്റ്റൻസിനും പ്യൂരിറ്റൻസിനും കാത്തലിക്സിനും ഒക്കെ കൂടി ഈ പ്രയർ ബുക്ക്, അതിലേക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട. എല്ലാവർക്കും സെപ്പറേറ്റ് റിച്വൽസ് ഒന്നും അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ദ റീഫോർമേഷൻ ഇൻ ഇംഗ്ലണ്ട് took on a strongly Protestant one, further splitting England along religious lines. Upon the death of Edward VI, the English throne passed to Mary Tudor. അപ്പോൾ എഡ്വേർഡ് 6 നിൽക്കുന്ന കാലത്ത് പൂർണ്ണമായിട്ടും എന്താണ്, പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാത്തലിസത്തിന് നല്ല എതിർപ്പാണ്. പക്ഷേ എഡ്വേർഡ് 6 മരിച്ചപ്പോൾ അടുത്ത അവകാശി മേരി ടുഡോറായി. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. കാത്തലിക് ഡോട്ടർ ഓഫ് കിങ് ഹെൻറി VIII ആൻഡ് കാതറിൻ ഓഫ് ആരഗോൺ, ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റൻസ് നൗ ഫേസ്ഡ് എ കാത്തലിക് ക്രൗഡ്. അതുവരെ പ്രൊട്ടസ്റ്റൻസിനെ പൊക്കി കൊണ്ടുപോയിട്ട് പെട്ടെന്നൊരു കാത്തലിക് വുമൺ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ആളെ അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. Mary was eager to reunite Catholic England with Roman Catholic Church. ഒരു റോമൻ കാത്തലിക് ചർച്ചിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുള്ളതായിരുന്നു മേരിയുടെ ആഗ്രഹം. മേരീസ് reign marked a new phase of royal religious control in England. She used machinery of royal control to undo its very religious foundation and return England to the Catholic fold. മേരി എന്ത് ചെയ്തു? ആളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് പാർലമെൻറ്റിനെയും ആളുടെ അധികാരവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിലനിന്നിരുന്ന കാത്തലിസത്തിനെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി വേണ്ട പ്രവർത്തനങ്ങൾ ആളുടെ ഭാഗത്തു നിന്നുണ്ടായി. മേരി ഡിഡ് ദിസ് ബൈ അബോളിഷിംഗ് ദി സുപ്രീമസി ആക്ട് ദാറ്റ് ഹെൻറി VIII ഹാഡ് ക്രിയേറ്റഡ് ഡ്യൂറിംഗ് ഹെർ റെയിൻ. കാത്തലിസം വാസ് ഫോർമലി റീഎസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ സ്റ്റേറ്റ് റിലീജിയൻ ആൻഡ് മാസ് വാസ് കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദ കൺട്രി. അപ്പോൾ മേരി ടുഡോർ വന്ന വഴിക്ക് തന്നെ പഴയ അച്ഛൻ പാസ്സാക്കിയ ഹെൻറി VIII പാസ്സാക്കിയ ആക്ട് ഓഫ് സുപ്രീമസി അങ്ങനെ തന്നെ എടുത്തു കളഞ്ഞു. ഇനി മുതൽ രാജ്യത്തിൻ്റെ ഹെഡ് മാത്രം ഞാൻ, മേരി. എന്നാൽ റിലീജിയസ് ഹെഡ് പോപ്പ് തന്നെ. അപ്പോൾ കാത്തലിസത്തിനെ തിരിച്ചു കൊണ്ടുവന്ന് അച്ഛൻ പാസ്സാക്കിയെടുത്ത നിയമത്തെ അസാധുവാക്കി കളഞ്ഞു. എന്നിട്ട് ഇനി തൊട്ട് ക്രിസ്ത്യൻസിന് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹോളി മാസ് നടത്താനുള്ള അനുമതി കൊടുക്കുകയാണ് മേരി ടുഡോർ ചെയ്തത്. പക്ഷെ മേരി പോയി കഴിഞ്ഞാൽ അടുത്തത് എലിസബത്താണ് വരിക. എലിസബത്ത് കാതറിൻ്റെ മകളല്ല, ആൻ ബൊളൈൻ്റെ മകളാണ്. ആൻ ബൊളൈൻ ആരാണ്? പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ എലിസബത്ത് വളർന്നത് പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പം എന്ത് സംഭവിക്കും? മേരി തിരിച്ചു കൊണ്ടുവന്ന കാത്തലിക്സിനെ അട്ടിച്ച് പുറത്താക്കി വീണ്ടും പ്രൊട്ടസ്റ്റൻറ്റിലേക്ക് തന്നെ ഇംഗ്ലണ്ട് മാറാൻ പോവാണ്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. റിലീജിയസ് സെറ്റിൽമെൻറ്റ് അണ്ടർ എലിസബത്ത് ഫസ്റ്റ്. അപ്പോൺ ഹെർ ഡെത്ത് ഇൻ 1558, Mary Tudor left behind a nation with an uncertain religious future. 1558 പ്രതീക്ഷിക്കാതെയാണ് ആര് മരിക്കുന്നത്? നമ്മളുടെ മേരി ടുഡോർ മരിക്കുന്നത്. മേരി ടുഡോർ മരിച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇനി എന്തായിരിക്കും ബ്രിട്ടീഷ് റിലീജിയൻ എന്നുള്ള പോളിസിയെക്കുറിച്ച് ഒരു ധാരണ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന പീരീഡിലാണ് മേരി ടുഡോർ മരിക്കുന്നത്.
When Elizabeth became Queen of England in 1558, she inherited a troubled nation. ഇപ്പം എലിസബത്തിന് കിട്ടി നോക്കണത് വളരെ പ്രശ്നം നിറഞ്ഞൊരു രാജ്യമാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. രാജ്യത്ത് 3 ടൈപ്പ് കാറ്റഗറിയിൽ മതം നിൽക്കുകയാണ്. അതിലേതിനെ ഒഫീഷ്യലൈസ് ചെയ്യണം എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് പ്രൊട്ടസ്റ്റൻസിലാണ്. മേരി ടുഡോറിൻ്റെ കാലഘട്ടത്തിൽ പ്രാധാന്യം കൊടുത്തത് കാത്തലിസത്തിനാണ്. ഇതിൽ രണ്ടിലും പെടാതെ അല്ലെങ്കിൽ രണ്ടിൻ്റെയും പ്രാധാന്യം കിട്ടാതെ ഒരു ചെറിയ വിഭാഗമായിട്ട് പ്യൂരിറ്റൻസ് അവിടെ നിൽക്കുന്നു. പക്ഷെ പ്രൊട്ടസ്റ്റൻസിന് പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ ഒരു വീതം പ്യൂരിറ്റൻസിനും കിട്ടും. കാരണം അവർക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഉള്ളത് കാത്തലിസമായിട്ടാണ്. പ്യൂരിറ്റൻസും കാത്തലിക്സും ചേരില്ല, കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും ചേരില്ല. പക്ഷെ പ്രൊട്ടസ്റ്റൻസും പ്യൂരിറ്റൻസും വേണ്ടി വന്ന ചേരും. ഇതാണ് പ്രതിസന്ധി. അപ്പം ഇതിനെ മറികടക്കാനായിട്ടൊരു സൊല്യൂഷൻ, ഡയറക്റ്റ് ഒരു സൊല്യൂഷൻ വേണ്ടേ? അതില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഹിസ്റ്റോറിയൻ വെലൈസ് MacKephre says about the root of the religious imbroglio during this period. The religious problem Elizabeth faced at her accession, like the rest of her unity inheritance, was a product of her 3 predecessors' action. ഇപ്പോൾ ക്യൂൺ എലിസബത്ത് ഫേസ് ചെയ്യേണ്ടി വന്ന ഈ പ്രതിസന്ധി ഘട്ടം ഇത് ആൾക്ക് മുൻപ് അധികാരത്തിലിരുന്നവർ വെച്ചുണ്ടാക്കിയ പ്രശ്നമാണ്. അവർ കൃത്യമായിട്ട് ഒരേ രീതി തന്നെ ഫോളോ ചെയ്ത് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എലിസബത്തിന് ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എല്ലാവരും പ്രൊട്ടസ്റ്റാനിസത്തെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും കാത്തലിസത്തെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറി 7 കാത്തലിസത്തിന് പ്രാധാന്യം കൊടുത്തു, ഹെൻറി 8 പ്രൊട്ടസ്റ്റാനിസത്തിന് പ്രാധാന്യം കൊടുത്തു, എഡ്വേർഡ് 6 പ്രൊട്ടസ്റ്റാനിസത്തിന് പ്രാധാന്യം കൊടുത്തു, മേരി ടുഡോർ വീണ്ടും കാത്തലിസത്തിന് പ്രാധാന്യം കൊടുത്തു. ഇനി എലിസബത്ത് വന്നിട്ട് ആരെ പിടിക്കുക? ഇതാണ് പ്രശ്നം. എല്ലാവരും കൂടി ആകെ മൊത്തം കുഴച്ചു മറിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹിസ്റ്റോറിയൻ കുറ്റപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്നവർ ചെയ്തു വെച്ചതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് എലിസബത്ത് ഇപ്പം അനുഭവിക്കേണ്ടി വന്നത്. Elizabeth faced a divided nation split into dissenting religious factions ranging from those violently Catholic to the extreme Protestants. At her accession, Elizabeth recognized an undeniable problem is in need of royal control. എലിസബത്തിന് ഒരു കാര്യം മനസ്സിലായി, രണ്ടും പ്രശ്നമാണ്. പ്രൊട്ടസ്റ്റാന്റിസം എക്സ്ട്രീം സ്റ്റേജിലാണ്, കാത്തലിക്സും എക്സ്ട്രീം സ്റ്റേജിലാണ്. ഇവിടെ വേണ്ടത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രോളാണ്. കാരണം മുൻപത്തെ രാജാക്കന്മാർ പ്രൊട്ടസ്റ്റൻസിനെ വളർത്തിക്കൊണ്ടുവരികയും മേരി ടുഡോർ കാത്തലിസത്തിന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഏകദേശം തുല്യ രീതിയിലെത്തി. അപ്പം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യൂൺ എലിസബത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇവരെ അണ്ടർ കൺട്രോളിൽ നിർത്താനായിട്ട് പറ്റുള്ളൂ. When she became queen, one of Elizabeth's first concern was to address the issue of religion. ആദ്യം ചെയ്യാൻ പോയത് ഈ റിലീജിയനെ ബേസ് ചെയ്തിട്ടുള്ള ഈ പ്രതിസന്ധി എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനാദ്യം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എലിസബത്ത് മുന്നിൽ കണ്ടത്. എലിസബത്ത് ഫേസ്ഡ് the decision to retain Catholicism or restore Protestantism. 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ കാത്തലിസം തുടരാം, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റാന്റിസത്തെ തിരിച്ചു കൊണ്ടുവരാം. ഏത് വേണമെന്ന് തീരുമാനിച്ചാൽ മതി. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ ഓപ്ഷൻ ഉള്ളൂ. കാരണം
ഇവർ രണ്ടുപേരുടെയും പ്രാധാന്യം ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയാൽ ഇവർ തമ്മിലടിച്ച് ഈ രാജ്യം ഇല്ലാണ്ടാവും. അതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് പ്രാധാന്യം ഇത്തിരി കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ കാത്തലിസത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് പ്രാധാന്യം ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ പഴയ പ്രൊട്ടസ്റ്റാന്റിസത്തെ തിരിച്ചു കൊണ്ടുവന്ന് ഇനി മുതൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയാം. രണ്ടും ക്യൂണിൻ്റെ ഉത്തരവാദിത്വമാണ്. Retain Catholicism or restore Protestantism as the national religion. Her personal convictions were related to Protestantism. ക്യൂണിനെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടസ്റ്റാന്റിസത്തോടാണ് ചായ്വ്. കാരണം എന്താ? അച്ഛൻ ഹെൻറി VIII ആയാലും രണ്ടാമത് വിവാഹം കഴിച്ച ആൻ ബൊളൈൻ ആയാലും ഒക്കെ പ്രൊട്ടസ്റ്റാന്റിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ക്യൂൺ മാത്രം എന്തിനാണ് മാറിക്കേണ്ട കാര്യം? അപ്പോൾ പേഴ്സണലി താല്പര്യം അതിനോടാണ്, പക്ഷെ അതിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ബട്ട് ഷീ വ്യൂഡ് ദ റിലീജിയസ് ക്വസ്റ്റ്യൻ ഫ്രം എ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. അൾട്ടിമേറ്റ്ലി ദ പൊളിറ്റിക്കൽ ആൻഡ് പേഴ്സണൽ റീസൺസ് ടു റിട്ടേൺ ടു ദി പ്രൊട്ടസ്റ്റാന്റിസം സക്സീഡഡ്. അൾട്ടിമേറ്റ്ലി ആൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. രണ്ട് പ്രതിസന്ധിയാണ്. ആളെ സംബന്ധിച്ചിടത്തോളം ക്യൂൺ എലിസബത്തിൻ്റെ മതവിശ്വാസം പ്രൊട്ടസ്റ്റാന്റിസമാണ്. അപ്പം ക്യൂണിന് താല്പര്യം ഏതിനോടായിരിക്കും? പ്രൊട്ടസ്റ്റാന്റിസത്തോടായിരിക്കും. പോരാത്തതിന് പാർലമെൻറ്റിലും ജനങ്ങൾക്കും താല്പര്യം കൂടുതൽ ഏതിനോടാണ്? പ്രൊട്ടസ്റ്റാന്റിസത്തോടാണ്. അതാണ് പാർലമെൻറ്റിൻ്റെയും ഒരു പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അവിടെയുള്ള ജനങ്ങളുടെയൊക്കെ ആഗ്രഹം പ്രൊട്ടസ്റ്റാന്റിസം വരണം എന്നാണ്. പക്ഷേ മുൻപുണ്ടായിരുന്ന മേരി ടുഡോർ എന്ത് ചെയ്തു? അതിനെ ശക്തമായിട്ട് എതിർത്ത് നാട്ടിലെ എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് കാത്തലിസത്തെ റീസ്റ്റോർ ചെയ്തത്. അപ്പോൾ എലിസബത്ത് വരുമ്പോൾ രണ്ട് ഓപ്ഷനും അനുകൂലമാവുന്നത് പ്രൊട്ടസ്റ്റാന്റിസത്തിനാണ്. ആളുടെ മതം പ്രൊട്ടസ്റ്റാന്റിസമാണ്, നാട്ടുകാരുടെയും ജനങ്ങളുടെയും താല്പര്യം അത് തന്നെയാണ്. അതുകൊണ്ട് അവസാനം തീരുമാനിച്ചു പ്രൊട്ടസ്റ്റാന്റിസം ഹാസ് ടു ബി സക്സീഡഡ് ആസ് ദ റിലീജിയൻ, ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ഇംഗ്ലണ്ട്. അത് കൺഫേം ചെയ്തു. The religious settlements of Elizabeth I was proclaimed in two historic acts of parliament called the Act of Supremacy and the Act of Uniformity. രണ്ട് നിയമങ്ങളിലൂടെയാണ് പ്രൊട്ടസ്റ്റാന്റിസത്തെ ശക്തമായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ക്യൂൺ എലിസബത്ത് തീരുമാനിച്ചത്. അതിനുവേണ്ടി രണ്ട് നിയമങ്ങൾ പാസ്സാക്കി. ഒരെണ്ണം ആക്ട് ഓഫ് സുപ്രീമസി ആണ്, ഒരെണ്ണം ആക്ട് ഓഫ് യൂണിഫോമിറ്റി ആണ്. ഈ ആക്ട് ഓഫ് സുപ്രീമസിയും ആക്ട് ഓഫ് യൂണിഫോമിറ്റിയും രണ്ടും മുൻപേ പാസ്സായിട്ടുള്ളതാണ്. ഹെൻറി VIII കാലഘട്ടത്തിൽ ആക്ട് ഓഫ് സുപ്രീമസിയും എഡ്വേർഡ് VI കാലഘട്ടത്തിൽ ആക്ട് ഓഫ് യൂണിഫോമിറ്റിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോളി മാസ് നിർത്തിവെച്ചതും ഒരു പുതിയ പ്രയർ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. പക്ഷേ മേരി ടുഡോർ അതിനെല്ലാത്തിനും മാറ്റി കളഞ്ഞ് പുതിയ സംവിധാനം കൊണ്ടുവന്നപ്പോൾ ക്യൂൺ എലിസബത്തിന് ഇത് രണ്ടും വീണ്ടും പ്രഖ്യാപിക്കേണ്ടി വന്നു. പക്ഷേ ഇവിടുത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഹെൻറി VIII ആക്ട് ഓഫ് സുപ്രീമസി പാസ്സാക്കിയപ്പോൾ അദ്ദേഹം ചേർത്തൊരു വാചകം, ദ മൊണാർക്സ് വിൽ ബി ദ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് ദി നേഷൻ ആൻഡ് ഓൾസോ ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി റിലീജിയൻ. ഹെഡാണ്, സുപ്രീം ഹെഡാണ്. ആ ഹെഡ് എന്നുള്ള വാക്കാണ് പ്രശ്നം. ഒരു റിലീജിയനെ സംബന്ധിച്ചിടത്തോളം ആ റിലീജിയൻ്റെ ദൈവമാണ് സുപ്രീം ഹെഡ്. അതുകൊണ്ട് ആ ഹെഡ് എന്നുള്ള വാക്ക് വലിയ പ്രശ്നമുണ്ടാക്കി എന്ന് തിരിച്ചറിഞ്ഞ എലിസബത്ത് ആളുടെ ആക്ട് ഓഫ് സുപ്രീമസിയിലെ വാക്കൊന്ന് ചെറുതായിട്ട് മാറ്റി സുപ്രീം ഗവർണർ. ഗവർണർ ആരാ? ഉള്ള തീരുമാനത്തെ നടപ്പിൽ വരുത്താനുള്ള വ്യക്തി. അതാണല്ലോ ഗവർണറുടെ ഡ്യൂട്ടി. അത്തരത്തിൽ സുപ്രീം ഗവർണറാണ്. സോ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വിധിക്കപ്പെട്ട, ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയായിട്ട് എലിസബത്ത് മാറാൻ തുടങ്ങി. അതാണ് നമ്മൾ എലിസബത്തിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, ഗോഡ്സ് ഡെപ്യൂട്ടി. ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടാക്കിയെടുത്തു എലിസബത്ത്. എന്തിനു വേണ്ടി? താൻ ജനങ്ങളുടെ കൂടെയാണെന്നും തനിക്ക് മതത്തിൻ്റെ മുകളിലല്ല ജനങ്ങളുടെ മുകളിലാണ് ആധിപത്യം വേണ്ടതെന്നും ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്
എലിസബത്ത് ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ആ ബോധ്യത്തിന് വേണ്ടിയിട്ടാണ് സുപ്രീം ഗവർണർ എന്നുള്ള പദവിയിലേക്ക് ആൾ മാറിയത്. അതിനുശേഷം എന്ത് ചെയ്തു? ബിഷപ്സിനെ കൊണ്ടും ഒഫീഷ്യൽസിനെ കൊണ്ടും ഒരു സത്യപ്രതിജ്ഞ അങ്ങോട്ട് ചെയ്യിച്ചു. എന്തിട്ടാ? ഇനി മുതൽ സുപ്രീം ഗവർണറായിട്ടുള്ള എന്നെ അനുസരിച്ചോളാം, ക്യൂൺ എലിസബത്തിനെ ഞങ്ങൾ അനുസരിച്ചോളാം. ഞങ്ങൾക്ക് വേറെ ആർച്ച് ബിഷപ്പില്ല, മാർപ്പാപ്പയില്ല, ആരുമില്ല. മതത്തിൻ്റെ കാര്യത്തിലും രാജ്യത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഇനി മുതൽ ഒരൊറ്റ ഹെഡേ ഉള്ളൂ, അത് ക്യൂൺ എലിസബത്ത് ആണെന്ന് തീരുമാനിച്ചു, ഉറപ്പിക്കുകയാണ് അവർ. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻസിനെ കൂടുതലായിട്ട് രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടീസിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ആക്ട് ഓഫ് സുപ്രീമസി മാത്രമാണ്. ആക്ട് ഓഫ് യൂണിഫോമിറ്റി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ദി ആക്ട് ഓഫ് സുപ്രീമസി ഡിക്ലെയർഡ് ദ മൊണാർക്ക് ടു ബി ദ സുപ്രീം ഓഫ് ഓൾ പേഴ്സൺസ് ആൻഡ് കോസസ്. എല്ലാ കാര്യങ്ങളിലും എല്ലാ വ്യക്തികളിലും സുപ്രീം ആയിട്ടുള്ള ഹെഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വ്യക്തി അത് ക്യൂൺ തന്നെയായിരിക്കുമെന്നവർ ഉറപ്പാക്കുകയാണ്. എക്ലിസിയാസ്റ്റിക്കൽ ആസ് വെൽ ആസ് സിവിൽ, മതപരമായാലും രാജ്യത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലായാലും അൾട്ടിമേറ്റ് വ്യക്തി ക്യൂണായിരിക്കും. വിത്തിൻ ദിസ് റെലം, ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ അധികാരി രാജ്ഞിയായിരിക്കും. എലിസബത്ത് അവോയ്ഡഡ് ഹെർ ഫാദേഴ്സ് ടൈറ്റിൽ സുപ്രീം ഹെഡ് ഓഫ് ദി ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഇൻസ്റ്റഡ് യൂസ്ഡ് സുപ്രീം ഗവർണർ ഓഫ് ദി ചർച്ച്. അച്ഛൻ ഉപയോഗിച്ച സുപ്രീം ഹെഡ് എന്നുള്ള പദം ഉപയോഗിച്ചാൽ അത് ജനങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആക്സെപ്റ്റൻസ് കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പതുക്കെ ചെറുതായിട്ടൊന്ന് പേര് മാറ്റാൻ തീരുമാനിക്കുകയാണ്. സുപ്രീം ഗവർണറായിട്ട് മാറാണ്. ഗവർണർ ആകുമ്പോഴുള്ള മെച്ചം, അത് ഒരാൾ തീരുമാനിച്ച കാര്യത്തെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നടപ്പിൽ വരുത്താൻ ബാധ്യതപ്പെട്ട വ്യക്തി മാത്രമാണ് ഗവർണർ. ഗവർണർക്ക് വലിയ അധികാരങ്ങളോ പദവികളോ ഒന്നുമില്ല. പക്ഷേ മുകളിലുള്ള ആളാരോ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നടപ്പിൽ വരുത്താനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഈ ഗവർണർക്കാണ്. അപ്പോൾ എന്ത് ചെയ്താലും എലിസബത്ത് പറയും ദൈവത്തിൻ്റെ തീരുമാനമാണ്. ജനങ്ങൾ അടിമുടി വിശ്വസിക്കും. അതിൽ നിന്ന് ഒരാൾ പോലും പിന്നിലോട്ട് മാറില്ല. This title was less offensive to Catholics since it acknowledged that the ministry of God's word and of the sacraments does not belong to the crown. സുപ്രീം ഗവർണർ എന്നുള്ള പദവിയിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർക്കും വലിയ കുഴപ്പമില്ല, കാത്തലിക്സിനും വലിയ കുഴപ്പമില്ല. കാരണം മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ മുകളിലേക്കൊന്നും പോകണില്ല. ഇപ്പോൾ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ അതിലെ വിശിഷ്ട വ്യക്തിയായിട്ട് സുപ്രീം ഗവർണറെ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ആളെ ആരാധിക്കേണ്ട ബുദ്ധിമുട്ടില്ലല്ലോ. സുപ്രീം ഹെഡായ എന്താ കുഴപ്പം? മതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആരാധന, എലിസബത്ത് രാജ്ഞി ഞങ്ങൾക്കെല്ലാം തരണേ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയും കുർബാനയൊക്കെ എലിസബത്തിൻ്റെ പേരിൽ ചൊല്ലാൻ പറ്റും. ഹെൻറി VIII പറയുന്നത് അങ്ങനെ വേണം എന്നാണ്. പക്ഷെ എലിസബത്ത് പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ മതപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ അവസാന വാക്ക് ഞാനായിരിക്കും. അതുകൊണ്ട് കാത്തലിക്സിനും ബുദ്ധിമുട്ടില്ല. കാരണം അവരുടെ റിച്വൽസിന്, അവരുടെ ആരാധനാക്രമത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. അപ്പം എല്ലായിടത്തും ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സുപ്രീം ഗവർണർ എന്നുള്ള പദവി ക്യൂൺ എലിസബത്ത് ഉപയോഗിച്ചത്. Nevertheless, the right of the crown to control the church was closely guarded by Elizabeth. അതുകൊണ്ട് എന്ത് മെച്ചമുണ്ടായി? ഒരു രാജാവിൻ്റെ പദവി എന്ന് പറയുന്നത് ചർച്ചിനെ കൂടി നിയന്ത്രിക്കാനുള്ള പദവിയാണ് എന്നുള്ളത് എലിസബത്ത് നൈസായിട്ട് അങ്ങോട്ട് സാധിച്ചെടുത്തു. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ചെയ്യാന്ന് പറയില്ലേ, അത്തരത്തിൽ കാത്തലിക്സിനും കുഴപ്പമില്ല, പ്രൊട്ടസ്റ്റൻസിനും കുഴപ്പമില്ല, ക്യൂൺ എലിസബത്തിനും കുഴപ്പമില്ല. മതത്തിൻ്റെ കാര്യത്തിലും ഇടപെടാം, രാജ്യത്തിൻ്റെ കാര്യത്തിലും ഇടപെടാം. കാരണം സുപ്രീം ഗവർണറാണ്, ഗവർണർക്ക് ചോദ്യം ചെയ്യാലോ. അതാണ് എലിസബത്തിൻ്റെ ബുദ്ധിയായിരുന്നു. ബൈ ദിസ് ആക്ട് എലിസബത്ത് വാസ് ഏബിൾ ടു റിപ്പീൽ all statutes passed by Queen Mary and restore the Anglican Protestantism created by her father
ഇൻ 1534 ആക്ട് ഓഫ് സുപ്രീമസി. പക്ഷേ ഈ ആക്ട് കൊണ്ടുവന്നതിലൂടെ എലിസബത്ത് ഒരു കാര്യം നേടിയെടുത്തു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു. അവരെ പറഞ്ഞ് പറ്റിച്ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും വരുത്തില്ല, ഞാൻ സുപ്രീം ഹെഡല്ല, സുപ്രീം ഗവർണർ മാത്രമാണ്, കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള വ്യക്തിയാണ്, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാവില്ല, ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് ആൾ സത്യത്തിൽ നേടിയെടുത്തത് എന്താ? 1534 അച്ഛൻ പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, സുപ്രീം ഹെഡാണെന്നുള്ള പോലെ, അല്ലെങ്കിൽ ആക്ട് ഓഫ് സുപ്രീമസി. അത് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. പക്ഷെ വേറൊരു രൂപത്തിൽ, വേറൊരു ഭാവത്തിൽ. ജനങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവർ എലിസബത്തിൻ്റെ പോളിസികളെ സ്വീകരിച്ചു. പക്ഷെ ആൾ ചെയ്തത് എന്താ? കൃത്യമായിട്ട് ആഗ്രഹിച്ച പ്രൊട്ടസ്റ്റാൻറ്റിസത്തെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കാത്തലിസത്തിൻ്റെ എല്ലാ പദവികളും എടുത്തു കളഞ്ഞു. എലിസബത്ത് ഇൻസിസ്റ്റഡ് all bishop and officials to take an oath affirming the queen as the supreme governor and head of the church. എല്ലാ ബിഷപ്പുമാരെ കൊണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. എല്ലാ ക്ലർജി പീപ്പിൾസിനെ കൊണ്ടും സത്യം ചെയ്യിച്ചു. ഇനി മുതൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ സുപ്രീം ഗവർണർ എലിസബത്ത് രാജ്ഞി മാത്രമായിരിക്കും. ഗവർണർ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞങ്ങൾ ഓരോ ഉദ്യോഗസ്ഥരും ബിഷപ്പുമാരും ബാധ്യസ്ഥരാണ്. ഗവർണർ പറയുന്നത് എന്തും ദൈവത്തിൻ്റെ കൽപ്പന പോലെ അനുസരിക്കാൻ ഞങ്ങൾക്കിനി മുതൽ ബാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സത്യം ചെയ്യിച്ച് ആരും ഇനി ഈ പറയുന്ന എലിസബത്തിൻ്റെ മുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ട എല്ലാ പണികളും അവർ ചെയ്തു. She also restructured the government with Protestant officials. പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും പ്രൊട്ടസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. കാത്തലിക്സിന് ഒരു രീതിയിലും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള ഒരു ജോലികളിലും പ്രവേശനമില്ല. പതുക്കെ പ്രൊട്ടസ്റ്റൻസ് മാത്രം ഈ രാജ്യത്ത് മതി എന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള സ്റ്റെപ്പിൻ്റെ ആദ്യ പടിയാണ് ഈ ഒരു മാറ്റം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആക്ട് ഓഫ് യൂണിഫോമിറ്റി ആണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ചർച്ച ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ എലിസബത്തിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലെടുത്ത ഇത്രയും ഭാഗം കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, ഒപ്പം സേഫായിട്ടിരിക്കുക. ഇനിയും ഒരു കൊറോണയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മളുടെ പങ്ക് കൃത്യമായിട്ട് വഹിച്ചില്ലെങ്കിൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് എല്ലാവരും സേഫായിട്ടിരിക്കുക. നല്ലൊരു ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.